ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായും നമ്മൾ കേട്ട, നമ്മൾ അറിഞ്ഞ, നമ്മൾ പഠിച്ച, നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുക എന്ന ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ മഹത്തായ ദൗത്യ നിർവഹണത്തിന് നമ്മെ ക്ഷണിക്കുമ്പോൾ പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, ഇപ്പോൾ സമയമായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, നമുക്ക് നാളെ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാവാം, അല്ലെങ്കിൽ പിന്നെയാവാം, മറ്റന്നാളാവാം എന്നെല്ലാമുള്ള വ്യത്യസ്തമായ ന്യായങ്ങളും വ്യത്യസ്തമായ കാരണങ്ങളും ഒക്കെ ആളുകളിൽ നിന്ന് പ്രതികരണമായി ഉണ്ടായേക്കാം. ചിലർ പറയും, എന്തിനാണ് ഇതെല്ലാം ആളുകൾക്കിടയിൽ ഇങ്ങനെ നിരന്തരം പറയുന്നത്? പറയുമ്പോഴാണല്ലോ ഈ പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്നും പറയാതെ ഇരിക്കാം. നമ്മൾ എന്തിനാണ് ഒരു പ്രശ്നക്കാരനാകുന്നത്? നമുക്ക് ഈ മഹത്തായ ദൗത്യ നിർവഹണത്തിന് തൽക്കാലം പുറകോട്ട് പോകാമെന്ന്. അത്തരം ഒരു മനസ്സോ അത്തരം ഒരു ചിന്തയോ നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറയുന്നൊരു വർത്തമാനമുണ്ട്. ശക്തമായ ഭാഷയിലാണ് അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. യാ അയ്യുഹർ റസൂൽ, നബിനെ വിളിക്കുകയാണ് അള്ളാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ് റസൂലേ. എന്താണ് ആ വിളി? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, നിനക്ക് നിന്റെ റബ്ബിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് നീ ജനങ്ങളോട് പറയണം. റസൂലേ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് ഒരു കാര്യം കൂടെ പറഞ്ഞു, വഇല്ലം തഫ്അൽ, ഞാൻ നിനക്ക് അവതരിപ്പിച്ചതെന്തോ, നിന്നെ ഏൽപ്പിച്ച ദൗത്യമെന്തോ അത് നീ നിർവഹിക്കുന്നില്ല എങ്കിൽ, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഫമാ ബല്ലഗ്ത റിസാലത, നിന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണം നീ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് സാരം. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് സാരം. അതുകൊണ്ട് വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യം പ്രവാചകരെ താങ്കൾക്കില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുക. അള്ളാഹു സംരക്ഷിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അള്ളാഹു നേരായ വഴിമാർഗം കാണിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ ഏറ്റെടുത്ത, താങ്കളെ ഏൽപ്പിച്ച ദൗത്യം താങ്കൾ നിർവഹിക്കുക. ഇത് അള്ളാഹുവിന്റെ ശക്തമായ കൽപ്പനയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, ഈ മണ്ണിൽ നിന്ന് വിട പറയുന്നതിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ ഒരു അല്പം പോലും കുറവ് വരുത്താതെ പൂർണ്ണമായും അത് തനിക്കും ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു നൽകിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ സൂക്ഷ്മമായ നിഷ്ഠമായ ജീവിതം നയിച്ച പ്രവാചക ജീവിതം നമ്മുടെ മുന്നിൽ തിളക്കത്തോടെ പൂർണ്ണതയോടെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്.